ഒരു രാജ്യദ്രോഹിയെയും ഭാരതം വെറുതെ വിട്ടിട്ടില്ല. ഏത് തുരങ്കത്തിൽ പോയി ഒളിച്ചാലും തക്ക ശിക്ഷ കൊടുത്തിരിക്കും. നിരപരാധി എന്ന് തെളിയിക്കാനുള്ള ജ്യോതി മൽഹോത്രയുടെ ശ്രമങ്ങൾക്കിടയിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു തെളിവ് കൂടി പുറത്തുവരികയാണ്. പെഹൽഗാമിന് പിന്നാലെ പാക് എംബസിയിൽ കേക്ക് മുറിച്ചയാൾക്കൊപ്പം നിൽക്കുന്ന ജ്യോതി മൽഹോത്രയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പെഹൽഗാം ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ കേക്കുമായി ഹൈക്കമ്മീഷനിലേക്ക് കയറിപ്പോയത്. എന്ത് ആഘോഷത്തിനാണ് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എങ്കിലും ഇയാൾ പ്രതികരിക്കാതെ കേക്കുമായി പോവുകയായിരുന്നു. ജ്യോതി മൽഹോത്ര അവരുടെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇയാൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളുള്ളത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായവരിൽ പ്രധാനിയായിരുന്നു ഹരിയാന സ്വദേശിയായ യൂട്യൂബർ. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായി എന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തി എന്നുമാണ് കണ്ടെത്തിയത്. ഇവരെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ചാരവൃത്തി കേസിൽ 3 ദിവസത്തിനിടെ 11 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മകൾ ഇതുവരെ ചെയ്തത് ചാരപ്രവൃത്തിയാണ് എന്ന് അറിയാത്ത മട്ടിലാണ് ജ്യോതിയുടെ വീട്ടുകാരുടെ സംസാരവും പ്രവൃത്തിയും. മകൾക്ക് പാകിസ്ഥാനിലുള്ളവരുമായി ബന്ധമുണ്ട് എന്ന കാര്യം അറിയില്ല എന്ന് ജ്യോതി മൽഹോത്രയുടെ പിതാവ് പറയുന്നു. ജ്യോതി പാകിസ്ഥാനിലേക്ക് പോയ വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നും ഒരിക്കലും മകളിൽ സംശയം തോന്നിയിരുന്നില്ല എന്നുമാണ് പിതാവ് ഹരീഷ് മൽഹോത്ര പറയുന്നത്. കോവിഡിന് മുൻപ് മകൾ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. പക്ഷെ ലോക്ഡൌൺ സമയത്ത് ഇവിടേക്ക് വന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ദില്ലിയിലേക്ക് പോകും. തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടില്ല. പാകിസ്ഥാനിലേക്ക് പോയ കാര്യം അറിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ അവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമെന്നും ഹരീഷ് പറഞ്ഞു. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനായി ഇവർ യൂട്യൂബ് ചാനലും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചും പ്രധാന വിവരങ്ങളെക്കുറിച്ചും ജ്യോതി പാക് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ചോർത്തിക്കൊടുത്തിരുന്നു. തുടർന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജ്യോതി നിരവധി തവണ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പരിശോധിച്ചു വരികയാണ്. ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. NIAയുടെ റഡാറിൽ വരുന്നതിന് മുൻപ് തന്നെ ജ്യോതി മൽഹോത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തി NIA കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നും NIA ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് ദുരൂഹ വിവരങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നു. ജ്യോതിയെ നിരീക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1 വർഷം മുൻപ് ഒരാൾ എക്സൽ കുറിച്ചതാണ്. അന്ന് അതാരും വകവെച്ചില്ല. ഇപ്പോൾ അറസ്റ്റ് നടന്നതിന് പിന്നാലെയാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് NIA ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിച്ചത്. ഈ സ്ത്രീയെ NIA നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം 10 ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു. ഇപ്പോൾ ഇവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം. ജ്യോതിയുടെ ചാനലിലെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് കപിൽ ജെയിൻ കുറിച്ചിരുന്നതാണ്. അന്ന് ഈ കുറിപ്പ് ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ NIA ഇതിന് വേണ്ട നടപടി എടുത്തിരുന്നു എങ്കിൽ ജ്യോതിയുടെ ഇന്നത്തെ ചാരപ്രവൃത്തി ഈ അറ്റം വരെ പോകില്ലായിരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ പ്രധാനിയാണ് ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയെന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തി എന്നുമാണ് വിവരങ്ങൾ. വാട്സ്ആപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.